ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ സാറേ ഇത്? പൂ വാങ്ങിച്ചിട്ട് കൈ വെച്ച് കൊടുക്കണോ വേണ്ടത്? സാറ് തന്നെ മുടി വെച്ച് കൊടുക്കുന്നേ. അത് വേണ്ട വേണ്ട, കുഴപ്പമില്ല. മാണിക്കുഞ്ഞ് പറഞ്ഞ പിന്നെ രക്ഷയില്ല, ഞാൻ വെച്ചുതരാം. എടോ മാണിക്കുഞ്ഞെ, വണ്ടി ഓടിക്കുമ്പോഴേ നേരെ നോക്കി ഓടിക്കണം, അതാണ് മര്യാദ. ഓഹോ സാറേ, വണ്ടിയിൽ ഇരിക്കുന്നവരും നേരെ നോക്കിയിരിക്കണം, അതാണ് മര്യാദ. ആ ഇപ്പൊ യാത്രക്കാരുടെ നോട്ടം നേരെയാ. എടോ, എന്തെങ്ങനെ പതുക്കെ പോകുന്നത്? ഗോ ഫാസ്റ്റ്. നമുക്ക് അവരുടെ ഒപ്പം എത്തിയേ പോരെ മാഡം? ഒപ്പം എത്തണം. അവര് തമ്മിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. ഗാഥാ മാഡം, ഇതൊക്കെ മാഡത്തിന്റെ വെറും തോന്നല. അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ ഞാൻ പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തേ, വണ്ടി ഇവിടെ നിർത്ത, ഞാൻ എടുക്കാം. വേണ്ട മാഡം, അന്നത്തെ ആക്സിഡന്റിന് ശേഷം ഗാഥാ മാഡത്തെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കരുതെന്ന് സിത്താര മാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ മമ്മിയുടെ ഒരു കാര്യം. ഇടോ, ഒന്ന് ചവിട്ടി വിടറോ. മാണിക്കുഞ്ഞ്, വണ്ടി നിർത്തി. എന്താ സാറേ? ഗത ഇറങ്ങ. ഇവിടെ എന്താ? താനെ ഇറങ്ങടോ. അവരെന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ? എനിക്കറിയില്ല. മുല്ലപ്പൂ ഇഷ്ടമല്ലേ? ചേട്ടാ, കുറച്ച് പൂ വേണം. ഇത് വെച്ചോ. എന്താ സാറേ ഇത്? പൂ വാങ്ങിച്ചിട്ട് കൈ വെച്ച് കൊടുക്കണോ വേണ്ടത്? സാറ് തന്നെ മുടി വെച്ച് കൊടുക്കുന്നേ. അത് വേണ്ട വേണ്ട, കുഴപ്പമില്ല. മാണിക്കുഞ്ഞ് പറഞ്ഞ പിന്നെ രക്ഷയില്ല, ഞാൻ വെച്ചുതരാം.
ഗാഥ മാഡം എന്താ ഈ കാണിക്കുന്നേ? അവൾ അങ്ങനെ നിന്നു കൊടുക്കുന്നത് കണ്ടില്ലേ? ഇതെങ്ങനെയാ ഞാൻ സഹിക്കുന്നേ? ഗാഥ മാഡായിട്ട് അഭിനയിക്കാനല്ല അവള് പറഞ്ഞയച്ചിരിക്കുന്നത്. പിന്നെ അവക്ക് നിന്നു കൊടുക്കാതെ പറ്റുമോ? വേണ്ട, എനിക്ക് നവീന്റെ ഒപ്പം ഇപ്പൊ പോണം. ഗാഥ മാഡം ഇപ്പൊ അവരാരെങ്കിലും കണ്ടാലുണ്ടല്ലോ മമ്മിയുടെ പ്ലാനുകളൊക്കെ പൊളിയും. പിന്നെ ഒരിക്കലും ഗാഥ മാഡത്തിന് നവീനുമായിട്ട് ജീവിക്കാൻ ഒക്കില്ല. പൂവെച്ച് കഴിഞ്ഞപ്പോ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. വരൂ. ഹലോ, എവിടെയാ മോളെ നീ? ഞാൻ വീട്ടിലുണ്ടമ്മേ. വീട്ടിലെന്ന് പറഞ്ഞ അമ്മയുടെ വീട്ടില്. നീ അവിടെ എന്തെടുക്കുവാ? കുറച്ച് വിറക് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നില്ലേ അമ്മേ, അതൊന്ന് വാരി വെക്കാന്ന് കരുതി. മഴ വന്ന് എല്ലാം നനയണ്ടല്ലോ. ഹാ, മതി മതി. നീ ഇപ്പൊ അവിടെ കിടന്ന് ജോലിയൊന്നും ചെയ്യാൻ പോകണ്ട. എന്തെങ്കിലുമൊക്കെ പുറത്ത് കിടക്കുന്നുണ്ടെങ്കിലേ അത് അവിടെ തന്നെ കിടന്നോട്ടെ. അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഗോപാലനും സുനന്ദയൊക്കെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ഗോപാലന്റെ മോളില്ലേ, ഉം. അവള് എന്റെ പിറകിന്ന് മാറില്ല. ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ, ചോദ്യം മാത്രമല്ല, ഭക്ഷണം കഴിപ്പിക്കലും നിർബന്ധിക്കലും ഒക്കെയുണ്ട്. അത് നന്നായി. അതിനൊക്കെ അമ്മയുടെ അടുത്ത് ഒരാൾ ആവശ്യം. അല്ലെങ്കിലേ കൃഷ്ണ ജോലിക്ക് പോയി കഴിഞ്ഞാ അമ്മ ഉഴപ്പുമല്ലോ. അതെ, കൃഷ്ണമോൾക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ജോലിയാ. അവള് പോകുന്ന ഓഫീസുണ്ടല്ലോ, വലിയ ഓഫീസാണെന്നാ ഗോപാലൻ എന്നോട് പറഞ്ഞത്. ഞാനേ ഒരു ദിവസം അവളുടെ ഓഫീസിലേക്ക് പോകാന്ന് വിചാരിക്കേ. കൃഷ്ണ സമ്മതിച്ചോ അതിന്? പിന്നെ സമ്മതിക്കാതെ? എനിക്ക് എന്റെ മോള് ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ കാണണ്ടേ? അതെ, നിന്റെ കാര്യം ഞാൻ അവളോട് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ ഓഫീസിലോ പിന്നെ പരിചയക്കാരുടെ അടുത്തുമൊക്കെ നിനക്കൊരു ജോലി കണ്ടുപിടിക്കാൻ പറയാം.